അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നത് പ്രമാണിച്ച് 2020 വളരെ നിർണായകമായ ഒരു ദിവസം. ഇന്നലെ BJP പുറത്തുവിട്ട വിസ്മയം അതായിരുന്നു 2020 NDAയിലേക്ക് അല്ലേ. അതിനുശേഷം അതിനകത്തും എതിർപ്പുള്ള ആളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 2020-ക്കകത്ത് NDA പ്രവേശനത്തിന് കാര്യമായ എതിർപ്പുണ്ട്. അപ്പോൾ അതുകൂടി എങ്ങനെയാണ് മുതലെടുക്കാൻ എന്നുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ 2020 NDA പ്രവേശനത്തിൽ വിയോജിപ്പുള്ളവരുമായി ആശയവിനിമയം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. 2020 ജനപ്രതിനിധികളെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. BJPക്കൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്നാണ് ഭൂരിഭാഗം ജനപ്രതിനിധികളുടെയും നിലപാട്. 2020 പിന്തുണയിൽ 2 പഞ്ചായത്തുകളിൽ ഭരണമുള്ള കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നാണ് CPM-ന്റെ ആവശ്യം. അഹമ്മദ് മുജ്തബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജ്തബ, അപ്പോൾ 2020 ഇന്നിപ്പോൾ NDAയുടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒപ്പം നിൽക്കാത്ത വിയോജിപ്പുള്ള പ്രവർത്തകരെ അവരെ ഒപ്പം നിർത്താനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ അപ്പോൾ ആശയവിനിമയമൊക്കെ നടത്തിയെന്നറിയുന്നു. അത് എത്ര പേർ കോൺഗ്രസിലേക്ക് വരുമെന്നുള്ളതൊക്കെ കണ്ടറിയണം. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് 2 പഞ്ചായത്തുകളിൽ 2020യുടെ പിൻബലത്തോടെ ഭരണം നിലനിർത്തുന്നുണ്ട്. അപ്പോൾ NDAയുടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പിന്തുണ കോൺഗ്രസ് തുടർന്നും ആവശ്യപ്പെടും. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ ചർച്ചകൾ കൂടി വേദിയാവുകയാണ് ഇന്നത്തെ NDA പ്രവേശനത്തോടെ. അപ്പോൾ ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നിലപാടുകളായിരിക്കും ഇതിലെടുക്കാൻ കഴിയുക? ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് 2020ക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്? മുസ്തഫ, ഇന്നലെ ഈ NDA മുന്നണി പ്രവേശനം നടന്നതിന് ശേഷം ഒരുപക്ഷെ എറണാകുളത്താണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഇന്നലെ തന്നെ കോൺഗ്രസും CPM-ഉം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. കുറെ കൂടി കടന്ന് കോൺഗ്രസ് ഇപ്പോൾ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളെ ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച വളരെ സജീവമാക്കിയിരിക്കുകയാണ്. VP സജീന്ദ്രനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വവും ഒക്കെ ഈ 2020-ൽ വഴി വിജയിച്ചു വന്ന ജനപ്രതിനിധികളുമായി വളരെ തിരക്കിട്ട നീക്കങ്ങളാണ് നടത്തുന്നത്. അവരെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ഒരുപക്ഷെ പഞ്ചായത്ത് ഭരണം തന്നെ മാറ്റുന്ന രൂപത്തിലേക്ക്, പ്രത്യേകിച്ച് 3 പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ 2020 ഭരിക്കുന്നത്. അത് കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുണ്ട്. കിഴക്കമ്പലം, ഐക്കരനാട്, തിരുവാണിയൂർ, ഈ 3 പഞ്ചായത്താണ്. നേരത്തെ ഉണ്ടായിരുന്ന 4 പഞ്ചായത്തുകൾ 2 പഞ്ചായത്ത് നിലനിർത്തുകയും LDF ഭരിച്ചിരുന്ന തിരുവാണിയൂർ പഞ്ചായത്ത് ഇത്തവണ 2020 പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ 3 പഞ്ചായത്തുകളാണ്. ഒപ്പം തന്നെ കുന്നത്തുനാട്, മഴവന്നൂർ എന്നീ പഞ്ചായത്തുകൾ അവർക്ക് നഷ്ടമാവുകയും ചെയ്തു. ഇവിടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടത്തുന്നത് ജനപ്രതിനിധി ആയിക്കൊണ്ട് തന്നെ തിരിച്ച് കോൺഗ്രസിന് പിന്തുണ നൽകുന്ന രൂപത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിശ്വാസമോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്കോ കാര്യങ്ങൾ പോവും. അപ്പോൾ പോലും ഇവരുടെ അയോഗ്യതാ നീക്കവുമായി ബന്ധപ്പെട്ട് എങ്ങനെ മാറുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ അയോഗ്യതാ പ്രശ്നം വരികയാണെങ്കിൽ അതിന് പൂർണ്ണമായ നിയമ പരിരക്ഷ ഉൾപ്പെടെ കോൺഗ്രസ് ഉറപ്പു നൽകിയ ആ ഒരു തരത്തിലുള്ള നീക്കമാണ് നടക്കുന്നത്. ഒപ്പം തന്നെ CPM-ഉം ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ ജിൽസൺ സൂചിപ്പിച്ചതുപോലെ വടവുകോട്, പുത്തൻകുരിശ് എന്നീ 2 പഞ്ചായത്തുകൾ CPM ജില്ലാ സെക്രട്ടറി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ 2 പഞ്ചായത്തുകളിൽ കോൺഗ്രസ് ഭരിക്കുന്നത് തന്നെ 2020യുടെ പിന്തുണയോടുകൂടിയാണ്. അങ്ങനെയെങ്കിൽ NDA പിന്തുണ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള 2020 അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസ് വേണ്ടെന്ന് വെക്കുമോ? അവർ കൃത്യമായി നിലപാട് പറയണം. അങ്ങനെ സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ കൂടി എറണാകുളം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ജിൽസി, സൈഫുദ്ദീൻ.